പക്ഷെ 6-ാം മാസമായിരുന്നു ജനനമെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആരോടും തൽക്കാലം പറയണ്ട. അതെന്താ ഏട്ടാ? എന്താന്ന് ചോദിച്ചാ മറ്റുള്ളവർക്ക് ഓരോന്ന് ചോദിക്കാൻ വേണ്ടി നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ മറച്ചു വെക്കാമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ 9 മാസമായെന്നങ്ങ് പറഞ്ഞാൽ മതി. അച്ഛനമ്മമാരായി പോയില്ലേ, നമുക്കിങ്ങനെ ചെയ്തല്ലേ പറ്റൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞ് ആരോഗ്യവാനായിട്ട് വന്നാ മതിയായിരുന്നു. എല്ലാം നന്നായിട്ട് തന്നെ വരും മധു. അതെങ്ങോട്ടാ നീ കൊണ്ടുപോകുന്നേ? ഇതുണ്ടായിരിക്കേണ്ടത് വീടിനകത്തല്ല, പുറത്താ. തൃശൂൽ മുല്ലപ്പൂ ആരെങ്കിലും മരിച്ചെറിയോ? അത് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലടാ. മോൻ പറഞ്ഞത് ശരിയാണ് ബ്രോ. അത് ഏട്ടത്തേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ശിവാനി ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാ. അവളുടെ തലയിൽ ആ പൂ വെച്ചു കൊടുക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടി കുടുംബജീവിതം അടിപൊളിയാക്കാൻ വേണ്ടി പോവാണോ? നല്ല കാര്യം തന്നെയാണ് മോനെ. അവനെ ഉപദേശിക്കുന്നത് നിർത്തിയിട്ട് ആദ്യം നിങ്ങളത് കണ്ടുപഠിക്ക്. അയ്യോ വിട്ടേക്ക്, അതിനെന്തിനാ ചാടുന്നത്? എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ പൂ ആരുടെയും തലയിൽ വെക്കുന്നില്ല. ഞാനത് ഇപ്പൊ തന്നെ കൊണ്ട് കളയാൻ പോവാ. തൃശൂൽ ഒരു മിനിറ്റ്. തൃശൂൽ നിക്ക്. തൃശൂൽ തൃശൂൽ അവിടെ നിക്ക്. തൃശൂൽ എന്താ നീ കാണിക്കുന്നേ? എന്നോടുള്ള ദേഷ്യത്തിന് പൂവിൽ തീർക്കുന്നേ? അത് നിന്നോട് എന്താ ചെയ്തിട്ടാ? ഈ പൂവ് ദൈവത്തിന്റെ കാൽക്കൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ല ശിവാനി. ശരി, ദൈവത്തിന് വേണ്ട, എനിക്കെങ്കിലും തന്നൂടെ അത്? നിനക്കോ? നിനക്കിതിന്റെ ആവശ്യം എന്താ? നിനക്കിത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം നീ എന്നെ ശരിക്കൊന്ന് നോക്കിക്കേ. കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? നോക്കി എന്താ തോന്നേണ്ടത്? അത് പച്ച കളറിലുള്ള സാരി ഉടുത്തിട്ടുണ്ട്, പിന്നെ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട്. നോക്കിയേ. അതിന് ഇതൊക്കെ നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ തൃശൂൽ? നീ ഒരുപാട് ഇഷ്ടത്തോടെ മുടി കെട്ടി പൂ വെച്ച് തരില്ലേ എനിക്ക്? ഇപ്പൊ വെച്ചതാ. എന്തിനാ ചിരിക്കുന്നേ? തൃശൂൽ എന്താന്ന്? സൂപ്പർ ശിവാനി, സൂപ്പർ. നിന്റെ ഇത്രയും നല്ല അഭിനയത്തിന് എന്റെ ഹാറ്റ്സ് ഓഫ്. സാരമില്ല, ഒരു നല്ല ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് മൂവി കണ്ടാണ് പഠിച്ചത്? അല്ല, അത് എനിക്കും പറഞ്ഞതാ ശിവാനി. ഞാനും ആ മൂവി കണ്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ വീട്ടുകാരുടെ മുമ്പിൽ രണ്ടാൾക്ക് നാടകം കളിക്കാലോ. എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എന്തിനാ നാടകം കളിക്കുന്നേ? നമ്മുടെ രണ്ടുപേരുടെയും കുടുംബജീവിതം എങ്ങനെയാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലാവരുത്. ഒരുപക്ഷെ മനസ്സിലായ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോവില്ലേ? നമ്മൾ കൊടുക്കുന്ന ഉത്തരം കൊണ്ട് അവർ വിഷമിക്കത്തേ ഉള്ളൂ. ശരിയല്ലേ? തൃശൂൽ, ഞാൻ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെ. മനസ്സിലുള്ളതാണ് വാക്കുകളായിട്ട് വരുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളായിട്ട് വരുന്നത്. അതെ, ഇഷ്ടമില്ലാത്ത ബന്ധമല്ലേ നമ്മുടേത്. എനിക്ക് ഇഷ്ടമല്ലെന്നുള്ള കാര്യം നിന്നോട് ആരാ പറഞ്ഞത് തൃശൂൽ? എനിക്ക് ശരിക്കും ശിവാനി പ്ലീസ്. ശിവാനി പ്ലീസ്. ഈ നാടകം കളിയൊക്കെ വീട്ടുകാരുടെ മുന്നിൽ മാത്രം മതി. നമുക്കിടയിൽ സ്നേഹം എന്നതില്ല. രണ്ടാളുടെയും മനസ്സിൽ അങ്ങനെ ഒരു തോന്നലും ഇല്ല ശിവാനി. ബലമായിട്ടൊന്നും നമ്മളോട് നമ്മൾ തന്നെ പറയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതൊന്നും മനസ്സിലാക്ക്. ഈ പൂവിപ്പോ വെക്കേണ്ടത് നിന്റെ മുടിയിലല്ല. ഈ ജന്മത്തിൽ പ്രണയിക്കില്ല ശിവാനി. അമ്മായങ്കനയുടെ ശാപം കൊണ്ട് തൃശൂൽ എന്നിൽ നിന്നും അകന്നു പോവുകയാണ്. എന്റെ ഭർത്താവിന്റെ സ്നേഹം
എന്നിൽ നിന്നും പറിച്ചെടുക്കുകയാണ്. മഹാദേവ, അങ്ങേക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ലേ? എന്റെ ആദിശേഷന്റെയും ബന്ധം അവസാനിച്ചോ? ഇതെന്താ ഇത്? എന്റെ തലയിൽ പൂവ്. മഹാദേവ, ആ മായാങ്കനയുടെ ശാപം ഞങ്ങളെ തമ്മിൽ അകറ്റുകയാണെങ്കിലും വിധി എന്നത് എന്റെയും തൃശ്ശൂലിന്റെയും ബന്ധം കൂടുതൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തൃശ്ശൂൽ, നീ മറന്നു പോയിരിക്കുന്ന സ്നേഹം ഞാൻ തീർച്ചയായും വീണ്ടും നേടിയെടുക്കുക തന്നെ ചെയ്യും. തൃശ്ശൂൽ, എന്റെ പ്രയത്നത്തിന്റെ കൂടെ ആ വിധിയുടെ കാരുണ്യവും എനിക്കുണ്ട്. അത് മതി, അത് മാത്രം മതി എനിക്ക്. എന്താ ചേച്ചി നിങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അവൻ ഞങ്ങളുടെ മോനല്ലേടാ. എന്താണ് എല്ലാവരും എന്തോ എന്നെ പറ്റി പെറുപിറുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നുമില്ല എന്റെ മോനെ, ഇവിടെ വെച്ച് പൂ വെച്ച് കൊടുക്കില്ലെന്നൊക്കെ ഓവർ ആക്ടിംഗ് ഒക്കെ ചെയ്ത് മുകളിൽ പോയി ഭാര്യയ്ക്ക് പൂ വെച്ചു കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാ ആലോചിക്കുന്നത്, അല്ലേന്ന്? അതെ അതെ, അല്ല അതിന്റെ ആവശ്യം എന്തായിരുന്നു? എന്ത്? ഞാൻ പൂ വെച്ചു കൊടുത്തു? എന്തൊക്കെ പറയുന്നത്? ഞങ്ങൾ എന്തു പറയാനാടാ, എല്ലാം കണ്ണുകൊണ്ട് കണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം എന്ത് പറ്റിയിരിക്കുക? ഞാൻ പൂവൊന്നും വെച്ചു കൊടുത്തിട്ടില്ല. അതെ ചേട്ടാ, ആർക്കും ചൂടി കൊടുത്തിട്ടില്ല. ഏടത്തി തന്നെ ചൂടിയതായിരിക്കും അല്ലേ? ഞാനോ? ഞാൻ വെച്ചു കൊടുത്തിട്ടില്ലെന്നേ. അവളുടെ നാണം കണ്ടാ തന്നെ മനസ്സിലാവില്ലേ നീ ആ പൂ വെച്ച് കൊടുത്തേന്ന്? അമ്മ ഒന്ന് വെറുതെ ഇരിക്കമ്മേ. ശിവാനി, സത്യം എന്താണെന്ന് നീ പറ. ഈ പൂ ഞാൻ വെച്ചു തന്നാണോ? നീ പറ മോളെ ശിവാനി, ഇവിടെ ആരെയും നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പറ മോളെ, കാര്യം നീ തുറന്നു പറ. പറ മോളെ. പറ മോളെ, പറ. തൃശ്ശൂര് തന്നെയാ വെച്ചത്. കള്ളോ? ശിവാനി, കള്ളം പറയരുത്. എനിക്ക് തമാശക്ക് പോലും കള്ളം പറയുന്നത് ഇഷ്ടമല്ല. സത്യം പറ, ഈ പൂ ഞാനല്ല വെച്ചു തന്നത്. അല്ല, ഞാനല്ല, ഈ പൂ നീ തന്നെ വെച്ചതല്ല. ഞാൻ വെച്ചു തന്നല്ലോ. അല്ല, നീ തന്നെയാ വെച്ചത്. തൃശ്ശൂൽ ഉണ്ടാതിരടാ. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ അവളോട് ദേഷ്യപ്പെടുക അല്ലേ? മുത്തശ്ശി, ഞാൻ ഇവള് എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിരപരാധികളെ പറ്റി ഒരിക്കലും അപവാദം പറയരുത്. അത് നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. മതി, നിർത്തറ. മുഖം തല്ലി നിലത്ത് വീണാലും മീശയിലും മണ്ണാലെന്ന് പറയും. അതുപോലാണല്ലോ നീ ഇപ്പൊ പറയുന്നത്. ഏട്ടാ, ആ പൂ കളയട്ടെ എന്ന് പറഞ്ഞ് ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നോ? അപ്പോഴേ സംശയം തോന്നിയതാ. നീ ഒന്ന് പോയേ. ചുമ്മാ ഇരിക്കി. ശിവാനി, നീ സത്യം പറ. ഇനിയും നീ സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ ഏടത്തി എന്ത് ചെയ്യുന്ന? നീ ഒന്നും ചുമ്മാതിരുന്നേ. ശിവാനി, നിന്നെ ഞാൻ തൃശ്ശൂർ വേണ്ട. നിന്നെ ഞാൻ വിടില്ല ശിവാനി. ഓഹോ, അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് അവളെ ഞാൻ വിടാൻ പോകുന്നില്ല. ശിവാനി, ഇനി നീ കള്ളം പറയൂടി.
About 10. അയ്യോ എന്താടാ മോനെ ഇത്? അല്ല, സ്നേഹം ഒന്നുകിൽ മനസ്സിനകത്ത് പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ റൂമിൽ പ്രകടിപ്പിക്കണം. ഇതിപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച്. മകള് അങ്ങനെയൊന്നുമില്ല. നിങ്ങള് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ഇവളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതെ, അത് ഞങ്ങൾക്കറിയാം. നീ ശിവാനി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ ദയവ് ചെയ്ത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് അതിങ്ങനെ പ്രദർശിപ്പിക്കാതെ മോനെ. ആയിക്കോട്ടെ, വിട്ടേക്ക് മോനെ, വിട്ടേക്ക്. പ്രിയപ്പെട്ട എന്റെ കൂട്ടാളികളെ, വരൂ നമുക്ക് പോവാം. വരൂ. നടക്കട്ടെ. ഏയ് അമ്മ, മുത്തശ്ശി ഒന്ന് നിക്ക്, ഞാൻ പറയുന്ന കേൾക്ക്. വീട്ടുകാരുടെ മുന്നിൽ എന്റെ സകല വിലയും നശിപ്പിച്ചു നീ, ഇല്ലേ? അല്ല, എല്ലാവരുടെയും മുന്നിൽ നീ. തൃശ്ശൂർ, അടുത്തേക്ക് വരണ്ട. പുറകില് വെള്ളമുണ്ട്. നീ അതിൽ വീണാലും കുഴപ്പമില്ല. ഇന്നും നിന്നെ ഞാൻ. ശിവാനി, നീ കാരണം ഇങ്ങനെയാ സംഭവിച്ചത്. നിന്നെയുണ്ടല്ലോ. എവിടുന്നോ കടുക് തളിക്കുന്ന മണം വരുന്നുണ്ടല്ലോ. ഇനി എന്നെ വീട്ടിൽ നിന്നാണോ? അച്ഛന് സ്റ്റവ് കത്തിക്കാൻ പോലും അറിയില്ല, പിന്നെ അങ്ങനെ കടുക് കളിക്കും. അമ്മയാണെങ്കിൽ വീട്ടിലില്ല, പിന്നെ ആരായിരിക്കും വന്നിരിക്കുക? തൃശ്ശൂർ, ഇവരിത് എങ്ങോട്ടാ പോയത്? ആരാ ഇവൻ? എന്തിനാ ഇവൻ എന്റെ പുറകെ വരുന്നേ? ഇനിയിപ്പോ ഫോളോ ചെയ്യുന്നതായിരിക്കുമോ? അവളെ എന്നെങ്ങാനും കണ്ടു കാണുമോ? ആദ്യം ഓടുന്ന് രക്ഷപ്പെടാം. അതെ, ആരാ നിങ്ങള്? എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? എന്താ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുക? നിങ്ങൾ എന്താ റോമിയോ ആണോ? ഇത് തന്നെയാണോ നിങ്ങളുടെ ജോലി? അത് ഹലോ, നിങ്ങളോടാ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിക്കി സംസാരിക്കുന്നതിന്റെ കാര്യം എന്താ? അയ്യോ, ഹലോ, അതെ, ഒന്ന് നിക്ക്. ഹലോ, അല്ല, ആരാ ഇവൻ? എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ച കാര്യത്തിനൊന്നും മറുപടിയും പറഞ്ഞില്ല. അമ്മ ഇതെപ്പോഴാ വന്നേ? ആരും എന്നോട് പറഞ്ഞില്ല. ഇന്നലെ തന്നെ വന്നതാ മോനെ. നീ തിരക്കിലാണെന്ന് കരുതിയാ പറയാതിരുന്നത്. ആണോ? അതല്ല അച്ഛാ, അമ്മ വന്നത് അച്ഛനെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? എന്താ പറയാണ്ടിരുന്നേ? ഞാൻ മറന്നു പോയടാ മോനെ. അച്ഛാ, ഇന്ന് മുതല് നിങ്ങളെക്കാൾ അധികം അമ്മയുടെ കൂടെ ഞാൻ തന്നെ ഇരുന്നോളാം. ഇതപ്പൊ നന്നായത്. ആരാ പറഞ്ഞ വേണ്ടെന്ന്? അമ്മേ, സുഖായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കാം മോളെ. നിനക്ക് സുഖമല്ലേ മോളെ? എന്താ ഭാര്യയും ഭർത്താവും കൂടി എങ്ങോട്ടോ പോവാന്ന് തോന്നുന്നല്ലോ. അമ്മ, വയറ്റിലുള്ള കുഞ്ഞെന്ത് പറയുന്നു? മോനെ, മുത്തേ, എന്തമ്മ അവൻ ഇടിക്കുന്നുണ്ടല്ലോ. എന്റെ പേരക്കുട്ടി എന്നെ കാണാൻ വരുമെന്ന് വിചാരിച്ചപ്പോ ശത്രുക്കളാണോ വന്നിരിക്കുന്നത്? എടാ മോനെ, നിന്നെ ഒന്ന് കാണാനും സംസാരിക്കാനും വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുക. പ്ലീസ് ഒന്ന് വേഗം പുറത്തേക്ക് വാടാ. ഞാനും കാത്തിരിക്കുക. നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി. എത്രയും വേഗം ഞാൻ വരാം. അപ്പൊ ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കേ. എനിക്ക് പുറത്ത് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ശരി അച്ഛാ. ഞാൻ പോയി കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട. അമ്മ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്ക്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ നല്ല ബെസ്റ്റ് ബിരിയാണി ഉണ്ടാക്കി തരാം. ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചാ മതി.
അമ്മ ഫോർ എ ചേഞ്ച് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം, നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? വേണ്ട മോനെ, ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മേ ഇവിടെ നോക്കി, ഈ കൈ ഇവിടെ വെക്കേ, ഈ കൈ ഇവിടെയും വെക്കേ. ഇങ്ങനെ കൈയും കെട്ടി മര്യാദക്കിരുന്നോണം. ബിരിയാണി ഞാൻ ഉണ്ടാക്കാതെ നിങ്ങൾ കഴിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? ശിവാനി, നീയെങ്കിലും ഒന്ന് പറ മോളെ. അമ്മേ, ഈ സമയത്ത് അമ്മ എത്ര വിശ്രമിക്കുന്നോ അത്രയും നല്ലത്. അമ്മ ജോലി ചെയ്തോണ്ടിരുന്ന വയറ്റിലുള്ള കുട്ടിക്കല്ലേ പ്രശ്നമാവുക. ഞാനും തൃശ്ശൂരും ചേർന്ന് ഫുഡ് ഉണ്ടായിക്കോളാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അമ്മയെങ്കിലും ഒന്ന് പറ, എന്തിനാ ഒറ്റയ്ക്കാവാൻ ബുദ്ധിമുട്ടുന്നേ? അമ്മേ, അവൾക്ക് അടുക്കള പണിയൊന്നും അറിയില്ലെന്നേ. എനിക്കറിയാം അമ്മേ. അവൾക്കൊന്നും അറിയില്ലെന്നേ. അറിയാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അമ്മേ, അവൾക്കൊന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞേ. എനിക്കറിയാം. ശരി, ആയിക്കോട്ടെ, അവള് തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോ നീ എന്റെ കൂടെ വരുന്നില്ലേ? കണ്ടില്ലേ അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവൾക്ക് അടുക്കള പണിയൊന്നും അറിയില്ലെന്ന്. അമ്മേ, ബിരിയാണിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. അമ്മ റെസ്റ്റ് എടുത്തോ.